തോന്നുന്നു അതൊരു കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമായിരിക്കും. കാരണം ഇന്ന് ട്രെൻഡിനനുസരിച്ച് ഇപ്പോൾ തലമുറ, ഇപ്പം ഞങ്ങളെല്ലാവരും, ഞങ്ങൾ യങ്സ്റ്റേഴ്സ്, ഞങ്ങൾക്ക് വി ലൈക്ക് ആ ഒരു ബാൻഡ് കോൺസെപ്റ്റ്, കുറച്ച് പെപ്പി നമ്പേഴ്സ്. അപ്പം എന്തുകൊണ്ടും ഇപ്പോൾ ഒരു കർണാട്ടിക് കോമ്പോസിഷൻ അതിൻ്റെ ഒരു രീതിയിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ കുറച്ച് നേരത്തേക്ക് കേട്ടിരിക്കാം. അത് അത് എനിക്ക് തോന്നുന്നു ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദ ഫാസ്റ്റ് മൂവിങ് ട്രെൻഡ്, ഇന്നത്തെ ഒരു ട്രെൻഡ് അനുസരിച്ചാണ്. അപ്പോൾ ഈ കോമ്പോസിഷൻസൊക്കെ ഇപ്പം ലൈക്ക് നമ്മുടെ പഴയ കൃതികളും കാര്യങ്ങളും അതൊക്കെ ഒന്നും കൂടി ഒരു ഡിഫറെൻറ്റ് ഫോമിൽ ഒരു പുതിയ തലമുറയിലേക്ക് എത്തിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പം ഇറ്റ്സ് മോർ ലൈക്ക് ജസ്റ്റ് എൻ എക്സാമ്പിൾ, ചെറിയ ചെറിയ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഇന്നത്തെ പണ്ട് കാലത്ത് ഞങ്ങൾക്ക് ഇപ്പോൾ ചോറും അത് കറിയൊക്കെ തരുമെങ്കിലും ഇന്നിപ്പോൾ എല്ലാവരും അത് കഴിക്കണമെന്നില്ല. പിസ്സ, ബർഗർ ഇതൊക്കെയാണ് കഴിക്കുന്നത്. അപ്പം ചില ആൾക്കാർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ വീട്ടിൽ തന്നെ ഈ ഒരുപാട് വെജിറ്റബിൾസും കാര്യങ്ങളും ഇട്ടിട്ട് ഒരു പിസ്സയൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ നല്ല പിസ്സ എന്നുള്ള ജങ്കുമായി അതിൻ്റെ കൂടെ നല്ല വെജിറ്റബിൾസും പോയി അകത്തേക്ക്. അപ്പോൾ അതുപോലെ നമ്മുടെ ഒരു കൾച്ചർ, ഇന്ത്യൻ മ്യൂസിക്കിൻ്റെ ഒരു കൾച്ചറുണ്ട്. ആൻഡ് അത് വളരെയധികം റിച്ചാണ്. ഇന്ത്യൻ മ്യൂസിക് ആസ്വദിക്കാത്തതായിട്ട് ഈ ലോകത്ത് ആരുമില്ല. ഇന്ത്യൻ മ്യൂസിക്കിന് വേണ്ടിയിട്ട് അന്വേഷിച്ച് വരുന്ന ഫോറിനേഴ്സ് ഉണ്ട്, അത് പഠിക്കാൻ താല്പര്യം കാണിക്കുന്ന ഒരുപാട് ഫോറിനേഴ്സ് ഉണ്ട്. അപ്പോൾ വെസ്റ്റേൺ മ്യൂസിക് നമുക്ക് ഓൾറെഡി വി ലവ് വെസ്റ്റേൺ മ്യൂസിക് എന്ന് പറയാം. നമ്മുടെ എല്ലാവർക്കും ആ ഒരു ബീറ്റ്, ആ ഒരു സ്റ്റൈൽ ഇഷ്ടമാണ്. നമ്മുടെ കൾച്ചറിലുള്ള ഗാനങ്ങൾ, നമ്മുടെ ഒരു കർണാട്ടിക് രീതിയിലുള്ള ഗാനങ്ങൾക്ക് അതിൻ്റെതായ ആ ഒരു ബ്യൂട്ടി കളയാതെ എങ്ങനെ നമുക്ക് ഇതിൻ്റെ കൂടെ അത് മിക്സ് ചെയ്യാം എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഐ തിങ്ക് അത് കൂടുതൽ നമുക്ക് നമ്മുടെ കർണാട്ടിക്കിലേക്കും ഹിന്ദുസ്ഥാനി മ്യൂസിക്കിലേക്കും നമുക്ക് കുറച്ചുകൂടി ഇനി വരുന്ന തലമുറയെ കൊണ്ടുവരാൻ സാധിക്കും. എനിക്ക് ഞാൻ 2003 ആദ്യമായിട്ട് സിനിമയിൽ പാടി തുടങ്ങുന്നത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഒരുപാട് മൂവി ഓഫേഴ്സ് വന്നിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഞാൻ അതിലൊന്നും എനിക്ക് ശ്രദ്ധയുണ്ടായിരുന്നില്ല. എന്നുവെച്ചാൽ കോളേജ് പഠനം, സംഗീത പഠനം, അല്ലാതെയുള്ള പാട്ടുപാട്, കോൺസേർട്ട്സ് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ. ഇപ്പോഴീ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ മ്യൂസിക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് വി ഗെറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ആക്ട്. അപ്പോൾ അതിന് നമ്മുടെ സ്വന്തം വർക്ക് ആകുമ്പോൾ നമുക്ക് കംഫർട്ടബിളായിട്ട് ആക്ട് ചെയ്യാം. അതുകൊണ്ട് ഐ ഫീൽ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് ഒരുപാട് ചെയ്യുന്നത് നല്ലതായിരിക്കും. സ്ക്രീൻ പ്രസൻസ് അതിലും സാധിക്കും. സിനിമ അഭിനയം ഐ തിങ്ക് ഇറ്റ്സ് എ വെരി ഡിഫിക്കൾട്ട് ടാസ്ക്. കാരണം ഞാൻ പോസിറ്റീവ് എന്ന് പറയുന്ന ഒരു മൂവിയിൽ ഒരു സോങ് പിക്ചറൈസേഷൻ ഉണ്ടായിരുന്നു. അപ്പം ഞാനും ജി വേണുഗോപാൽ, അദ്ദേഹവും ഞങ്ങളുടെ ഒരു മൂവി പിക്ചറൈസേഷൻ ഇടയിൽ സ്കന്ദ ആൻഡ് അനന്യ ഒരു സൈഡിൽ, ഞങ്ങൾ രണ്ടുപേരും പാടുന്നതായിട്ട്. അപ്പോൾ ഒരു മരത്തിൻ്റെ ഒരു കൊമ്പിൻ്റെ മേലെയായിരുന്നു ഞങ്ങൾ ഇരുന്നത്. എന്നിട്ട് ഓൾമോസ്റ്റ് ഒരു 12 മണിക്കൂർ ആയിരുന്നു ഷൂട്ടിന് പോയത്. ഒരു സോങ് ഷൂട്ടിംഗ് ആയിരുന്നു അത്. അപ്പോൾ എത്രമാത്രം അതിനകത്ത് ഓഫ്കോഴ്സ് ഓരോ സാധനങ്ങൾ കറക്റ്റ് ചെയ്യണം, എത്ര ഇൻവോൾവ്മെൻ്റ് ഉണ്ട് എന്നുള്ളത് ആ സമയത്താണ്. അതായത് നമുക്ക് മ്യൂസിഷ്യൻസ് കുറച്ച് ഇംപേഷ്യൻ്റാണ്. കാരണം നമ്മുടെ ബ്രെയിൻ അതിൻ്റെ ഒരു പ്രോസസ്സ് കുറച്ച് ഡിഫറെൻ്റ് ആണ്, മ്യൂസിക് പരമായിട്ട് ചിന്തിക്കുക. അപ്പം ഈ ഒരു സാധനത്തിലേക്ക് ഒന്ന് അഡാപ്റ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അങ്ങനെ ഒരു എപ്പോഴെങ്കിലും ശരിയായി എന്ന് തോന്നുകയാണെങ്കിൽ മേ ബി ഐ മൈറ്റ് ആക്ട്. അതും സംതിങ് മ്യൂസിക്കൽ, ദാറ്റ് വിൽ ബി ഗുഡ്. എനിക്ക് ഇപ്പം ഐ പേഴ്സണലി ഫീൽ ദാറ്റ് ഐ എം വെരി ലക്കി ടു ഗെറ്റ് ഗുഡ് ടീച്ചേഴ്സ്. കാരണം ഞാൻ 5 വയസ്സിൽ പാട്ട് പഠിച്ചു തുടങ്ങി. മസ്കറ്റിലാണ് പഠിച്ചു തുടങ്ങിയത്. അവിടെ ഡോക്ടർ ശ്യാമല വിനോദ് കുമാർ അവരാണ് കർണാടക സംഗീതം പഠിപ്പിച്ചു തുടങ്ങിയത്. പിന്നെ അതിനുശേഷം ഉസ്താദ് ഖാലിദ് അൻവർ ജാൻ, അദ്ദേഹത്തിൻ്റെ അടുത്ത് ഹിന്ദുസ്ഥാനി പഠിക്കാൻ തുടങ്ങി. നാട്ടിൽ വന്നു, ഓമനക്കുട്ടി ടീച്ചറുടെ അടുത്തും പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സാറിൻ്റെ അടുത്തും പഠിച്ചു. അതുപോലെ ഇപ്പോൾ ഞാൻ ബോംബെയിലാണ് സെറ്റിൽഡ്. ബോംബെയിൽ പണ്ഡിറ്റ് രമേശ് ജൂലെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് ഏത് ഒരു വയസ്സിലും മനുഷ്യന് ആവശ്യമാണ്. അപ്പോൾ
എൻ്റെ ഒരു മ്യൂസിക്കൽ ജേർണിയിൽ എനിക്ക് എൻ്റെ ഒരു വഴികാട്ടിയായിട്ട് എൻ്റെ ജീവിതം മ്യൂസിക്കൽ ജേർണി നയിക്കുവാനായിട്ട് എനിക്ക് നല്ല ഗുരുക്കന്മാരെയാണ്. നല്ല ഗുരുക്കന്മാരെന്ന് പറയും അങ്ങനെ ആസ് എ സ്റ്റുഡൻറ്റ് ഞാൻ എൻ്റെ ഗുരുവിനെ വിലയിരുത്തുകയല്ല, പക്ഷേ ഐ എം ലക്കി. ഞാൻ വളരെ ഒരു ഭാഗ്യം ചെയ്ത ഒരാളാണ്. കാരണം എനിക്ക് അത്രയും ഗുരുക്കന്മാരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഐ എം വെരി ഹാപ്പി അബൌട്ട് ദാറ്റ്. കാരണം അവരുടെ ഗൈഡൻസ് ഇല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് എന്താണ് ശരി, എന്താണ് ആ ഒരു കറക്റ്റ് പാത്ത്, അത് നമുക്ക് മനസ്സിലാവില്ല. അത് ടീച്ചേഴ്സും പറയും, എപ്പോഴും ഗുരുമുഖത്ത് നിന്ന് പഠിക്കണം എന്ന് പറയും. അപ്പോൾ അത് ആ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നു. ഇന്നും ആ ഒരു ട്രഡീഷൻ ഫോളോ ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട്. പഠിക്കാൻ ആഗ്രഹമുള്ള മറ്റ് രാജ്യങ്ങളിലുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് ഈ വരാനും പോകാനുള്ള ബുദ്ധിമുട്ട് കാരണം ഓൺലൈൻ ക്ലാസ്സസ്സായി. അപ്പം ഓൺലൈൻ ക്ലാസ്സസ് ഒരു പരിധി വരെ ഹെൽപ്ഫുള്ളാണ്. പക്ഷേ എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഗുരുമുഖത്തുനിന്ന് പഠിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. അത് നമുക്ക് പണ്ട് മുതലേ ഉള്ള ആ ഒരു സമ്പ്രദായമാണ്. അത് ഇനിയും അത് തന്നെ നിലനിൽക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഗുരുകുല വിദ്യാഭ്യാസം ഉണ്ടായിരുന്ന ഒരു കാലത്ത് അത് ഇന്ന് വളരെയധികം കുറഞ്ഞു, ഇല്ല എന്ന് തന്നെ പറയാം. അപ്പം അതൊരു ശരിക്കും ഒരു സ്റ്റുഡൻറ്റിനെ നമ്മൾ സ്കൂളിൽ പോകുന്നത് പോലെ ഒരു മ്യൂസിഷ്യനെ വാർത്തെടുക്കാനുള്ള ഒരു ബെസ്റ്റ് വേ ആണ് ഒരു ഗുരുകുല വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഗുരുമുഖത്ത് നിന്ന് പഠിക്കുക എന്ന് പറയുന്നത്. എനിക്ക് സ്റ്റുഡൻസ് ഉണ്ട്, എനിക്ക് കുറച്ച് പാട്ട് ഞാനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ എനിക്കിഷ്ടമാണ് പാട്ട്. അതുകൊണ്ട് അവരെൻ്റെ കൂടെ എൻ്റെ ജേർണിയിൽ ജോയിൻ ചെയ്യുന്നു. എൻ്റെ യാത്രയിൽ അവരെൻ്റെ കൂടെ ഉണ്ട്. അപ്പം നമുക്കറിയാവുന്നത് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഇറ്റ്സ് ആക്ച്വലി എൻ എക്സ്ചേഞ്ച് ഓഫ് നോളജ്. ഇപ്പം നമ്മൾ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മളും പഠിക്കുകയാണ് അതിൽ നിന്ന്. അപ്പം അതുകൊണ്ട് ഗുരു എന്നുള്ളത് അതൊരു തീർച്ചയായിട്ടും എന്തായാലും പറയാം, ഗുരു എന്ന് പറയുന്ന ഒരു തപസ്യാണ്. അപ്പോൾ അതിന് മാത്രമുള്ള ഒരു ആളായോ ഞാനെന്ന് എനിക്കറിയില്ല. അത് ഇനിയും ഒരുപാട് വർഷങ്ങളെടുക്കും. പക്ഷെ നമ്മൾക്ക് ഉള്ള ഒരു ചെറിയ ലൈഫ് സ്പാനാണ്. ഈ ലോകത്ത് നമ്മൾ വരുന്നു പോകുന്നു. അപ്പോൾ ആ സമയത്ത് നമുക്ക് പഠിക്കാൻ കിട്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് കൊണ്ട് നമ്മൾ തിരിച്ചു പോകുന്നില്ല. നമ്മൾ ജീവിക്കുന്ന കാലം നമുക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളതൊക്കെ നല്ലത് ചെയ്യുക. മറ്റുള്ളവർക്കും അതൊരു ഹെൽപ്പാകണം. ഉപയോഗപ്രദമാകണം, ഉപദ്രവമാകരുത് ആർക്കും. അതുപോലെ തിരിച്ചു പോകുന്നതിന് മുൻപ് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന നമ്മുടെ അറിവാണ്. അത് നമ്മൾക്ക് നല്ല സിൻസിയർ ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്കത് പകർന്നു കൊടുത്താൽ എനിക്ക് തോന്നുന്നു അതിൽ പുണ്യം വേറെ ഇല്ല.